അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഈ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് എസ് അമീൻ സാഹിബ്, ഈ സമ്മേളനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്ന മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മെമ്പർ അബ്ദുൽ ഷുക്കൂർ അൽ കാസിമി, അഖിലേന്ത്യാ മില്ലി കൗൺസിൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി മുസ്തഫ റിഫായി ജീലാനി നദ്വി, SIO തിരുവനന്തപുരം സംവേദനവേദി കൺവീനർ തസ്മീർ ഖാൻ, വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് സംസ്ഥാന പ്രസിഡന്റ് സിറ്റി ഷുഹൈബ് സാഹിബ്, വേദിയിൽ ഉപവിഷ്ടരായ മറ്റു ആദരണീയരായ നേതാക്കളെ, സദസ്സിലിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വംശീയ ഫാഷിസത്തിനെതിരെയുള്ള ബഹുജന റാലിയും പൊതുസമ്മേളനവുമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വംശീയത ഈ കാലഘട്ടത്തിൽ ലോകത്ത് തന്നെ വളരെയേറെ അപകടം വിധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ വിപത്താണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ആഗോളതലത്തിൽ തന്നെ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ വെല്ലുവിളിയാണ് വംശീയത. ഗസ നമ്മുടെ മുമ്പിലുണ്ട്. ഗസയിൽ ഒരു വലിയ ജനവിഭാഗത്തിന് നേരെ ഒരു പതിറ്റാണ്ടുകളായി എന്നല്ല, ഒരു നൂറ്റാണ്ടുകാലമായി വംശഹത്യ അജണ്ട ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഒക്ടോബർ 7 ശേഷം 30,000-ഓളം ആളുകളെ ഗസ എന്ന് പറയുന്ന ഒരു കൊച്ചു പ്രദേശത്ത് അതിക്രൂരമായി വംശഹത്യ നടത്തുകയുണ്ടായി. സമാനമായ സ്വഭാവത്തിലാണ് നമ്മുടെ രാജ്യത്തും ഇന്ന് വംശീയത ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതതിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. 2024 പ്രത്യേകത, നാം ഒരു ഇലക്ഷൻ്റെ മുമ്പിലാണ്. ഈ ഇലക്ഷനിൽ വീണ്ടും അധികാരത്തിൽ വരിക എന്ന് പറയുന്നത് സംഘപരിവാർ ആഗ്രഹിക്കുന്ന, അതുപോലെ തന്നെ അവരാഗ്രഹിക്കുന്ന അവരുടെ അജണ്ടയുടെ ഒരു നൂറ്റാണ്ടുകാലത്തെ അവരുടെ പ്രൊജക്റ്റിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗം കൂടിയാണ്. 2024 ഒരു നൂറ്റാണ്ടിൻ്റെ പ്രയത്നത്തിൻ്റെ പ്രതിഫലം എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഫലം എന്ന അർത്ഥത്തിൽ അവരുദ്ദേശിക്കുന്ന വംശീയമായ രാഷ്ട്രം സ്ഥാപിതമാകണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. അതിന് രാജ്യത്തിൻ്റെ എല്ലാ തത്വങ്ങളെയും ബലികരിച്ചുകൊണ്ടാണ് സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്നുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും, പൗരൻ്റെ എല്ലാ അവകാശങ്ങളെയും, ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സകല തത്വങ്ങളെയും ബലികരിച്ചുകൊണ്ടാണ് സംഘപരിവാർ മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് ഇവിടെ സൂചിപ്പിച്ച വംശീയ ഫാഷിസം എന്ന് പറയുന്നത്. ഹിന്ദുത്വ ഫാഷിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹൈന്ദവ ദർശനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഹൈന്ദവ സമൂഹം ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. ഹൈന്ദവ ദർശനം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു മതം എന്ന അർത്ഥത്തിൽ ഹൈന്ദവ ദർശനത്തോടോ അതല്ലെങ്കിൽ ഒരു സമൂഹം എന്ന അർത്ഥത്തിൽ ഹൈന്ദവ സമൂഹവുമായി ബന്ധപ്പെട്ടോ അല്ല ഈ രാജ്യത്ത് ഹിന്ദുത്വ ഫാഷിസം നിലകൊള്ളുന്നത് എന്ന് സവർക്കറെ പഠിക്കുമ്പോൾ, അതുപോലെ തന്നെ വിചാരധാര വായിക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. രാജ്യത്തിൻ്റെ പാരമ്പര്യത്തോട്, രാജ്യത്തിൻ്റെ വൈവിധ്യത്തോട്, രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളോട്, രാജ്യത്തിൻ്റെ ചരിത്രത്തോട്, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യം കാലങ്ങളായി വെച്ചു പുലർത്തുന്ന ഒരുപാട് മൂല്യങ്ങളോട് വെല്ലുവിളി നടത്തിക്കൊണ്ടാണ് ഈ രാജ്യത്ത് ഹിന്ദുത്വ ഫാഷിസം നിലകൊള്ളുന്നത്. നേരെ മറിച്ച് ഹൈന്ദവ ദർശനവും ഹൈന്ദവ സമൂഹവും ഈ രാജ്യത്ത് വളർന്നു വന്ന ഒരു ജനവിഭാഗം വളർത്തിയെടുത്ത സംസ്കാരത്തിൻ്റെ, പൈതൃകത്തിൻ്റെ, പാരമ്പര്യത്തിൻ്റെ ഭാഗവാക്കുകളാണ് എന്ന കാര്യവും നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ രാജ്യത്ത് നാം നിലനിർത്തി കൊണ്ടുവന്ന, അല്ലെങ്കിൽ നാം നേടിയെടുത്ത നമ്മുടെ പാരമ്പര്യത്തോടും നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളോടും നമ്മുടെ സഹവർത്തിത്വത്തോടും നമ്മുടെ സാഹോദര്യത്തോടും യുദ്ധം പ്രഖ്യാപിച്ച ഹിന്ദുത്വ ഫാഷിസവുമായി ബന്ധപ്പെട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് ഈ ആശയം ഉയർത്തുന്നത്. ഹിന്ദുത്വ ഫാഷിസം ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വേരോട്ടം നേടിക്കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയും.
നിങ്ങളുടെ ഏത് മേഖലയിലാണ് അത് ഇടപെടാത്തത്? അതുകൊണ്ടാണ് എൻ്റെ രാജ്യം എനിക്ക് നൽകുന്ന ഭക്ഷണത്തിൽ ഭരണകൂടം കൈവച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഹിന്ദുത്വ ഫാസിസം കൈവച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ കൈവച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പ് നമുക്ക് വസ്ത്രധാരണ രംഗത്ത് ഒരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല. ഓരോരുത്തർക്കും അവരവരുടെ വൈവിധ്യം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഹിജാബ് പ്രശ്നമാണ്, ബീഫ് പ്രശ്നമാണ്. ബീഫിൽ നിൽക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞത് മത്സ്യവും ദൈവാവതാരമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് മത്സ്യം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് നമ്മുടെ നാടിന്റെ പോക്ക് എന്ന് പറയുന്നത്? എല്ലാ വൈവിധ്യത്തെയും നിരാകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. തെറ്റായ ചരിത്രം പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാനുള്ളതാണ്. വിദ്യാഭ്യാസം എന്തിനാണ് എന്ന് നമുക്കറിയാം. വിദ്യാഭ്യാസം ഒരു രാജ്യത്ത് ആ രാജ്യത്തിന് അനിവാര്യമായ പൗരസമൂഹത്തെ വളർത്തിയെടുക്കുന്നതിനാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ സംഘപരിവാറിന്റെ തന്നെ ഉത്തരവാദപ്പെട്ട ആളുകൾ പറയുന്നതനുസരിച്ച് അവരാഗ്രഹിക്കുന്ന അജണ്ട പൂർത്തീകരിക്കുന്നതിന്റെ 60% നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കുന്നതിലൂടെ സാധിച്ചെടുക്കാം എന്നവർ തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ എഡ്യൂക്കേഷൻ പോളിസി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഐതിഹ്യങ്ങളെ, അന്ധവിശ്വാസങ്ങളെ ആധികാരികമായി ശാസ്ത്രമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ശാസ്ത്രമായി നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന വിരോധാഭാസം നിലനിൽക്കുന്ന രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് രാജസ്ഥാനിലെ സ്കൂളിനകത്ത് ഒരു ഓർഡർ പുറപ്പെടുവിക്കുന്നത്. ആ സ്കൂളിൽ ഓർഡർ എന്താണെന്ന് ചോദിച്ചാൽ അവിടെയുള്ള മുഴുവൻ കുട്ടികളും സൂര്യ നമസ്കാരം നിർവഹിക്കണമെന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യത്തെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് വരുന്നത്. ഒരു ഭരണകൂടത്തിന് എങ്ങനെയാണ് ഒരു ഓർഡർ ഇറക്കാൻ കഴിയുക? അവിടെ വ്യത്യസ്തരായ ആളുകൾ പഠിക്കുന്നില്ലേ? അള്ളാഹുവിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ, ഏകദൈവത്തിന്റെ മുമ്പിൽ മാത്രമാണ് ഞാൻ തലകുനിക്കേണ്ടത് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി ഇത്തരത്തിലുള്ള കലാലയങ്ങളിൽ ഇതുപോലുള്ള ഓർഡർ വന്നാൽ ആ കുട്ടി അനുഭവിക്കുന്ന പ്രശ്നം നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഇതുപോലുള്ള ഒരുപാട് മാറ്റങ്ങൾ ചരിത്രം മാറ്റിക്കുറിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത് വികലമായ സ്വഭാവത്തിൽ പുതിയ തലമുറയെ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ, നമ്മുടെ ചരിത്രത്തിൽ എല്ലാം കൈവച്ചുകൊണ്ടിരിക്കുകയാണ്. അതതിൻ്റെ സകല സീമകളും ലംഘിച്ചു എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസം വളരെ ഒരുപക്ഷെ തമാശയോടുകൂടിയാണെങ്കിലും അതതിൻ്റെ ഗൗരവം നമ്മളെ മുമ്പിൽ വിളിച്ചോതുന്നതാണ്. ഒരു സിംഹങ്ങളെ, രണ്ട് സിംഹത്തെ കുറിച്ചുള്ള വിവാദം നമ്മുടെ നാട്ടിൽ ഇറങ്ങേറുന്നു എന്നുള്ളതാണ്. ഏത് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? സീതയും അക്ബറും ഒന്നിച്ച് താമസിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചോ ഏതാണ് ഈ സീതയും അക്ബറും? വല്ല ലവ് ജിഹാദും നടന്നോ എന്ന് വിചാരിച്ചു പോയി. കാരണം ലവ് ജിഹാദ് കൊണ്ട്, അത്തരം വാർത്തകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത്. ഒരു ദിവസം പത്രത്തിൽ വരുന്നത് ഹൈക്കോടതിയിലേക്ക് ഹർജി കൊടുത്തിരിക്കുന്നു, സീതയെയും അതുപോലെ തന്നെ അക്ബറിനെയും ഒരുമിച്ച് താമസിപ്പിക്കാൻ പാടില്ല. ലവ് ജിഹാദല്ല, മറിച്ച് പിന്നീട് നമുക്കറിയാൻ കഴിയുന്നത് രണ്ട് സിംഹങ്ങളുടെ പേരിലാണ്. ഒരു സിംഹത്തിന്റെ പേര് അക്ബറാണ്, ഒരു സിംഹത്തിന്റെ പേര് സീത എന്നാണ്. അതുകൊണ്ട് അക്ബർ എന്ന സിംഹത്തെ സീത എന്ന സിംഹത്തിന്റെ കൂടെ താമസിപ്പിക്കരുത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളല്ല. ആ ഹർജിയും കോടതി സ്വീകരിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ജുഡീഷ്യറിയാണ്. അപ്പൊ നമ്മൾ ജീവിക്കുന്നത് ലോകത്താൻ, ജീവികൾക്ക് പോലും രക്ഷയില്ലാത്ത ലോകത്താൻ, വംശീയതയുടെ കാലത്ത് കൂട്ടിൽ കിടക്കുന്ന സിംഹത്തിന് പോലും രക്ഷയില്ലാത്ത കാലത്താൻ ഇത്രമാത്രം അപകടകരമായ ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇത് അതിശക്തമായി നമ്മൾ ചെറുക്കേണ്ടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം പ്രാണപ്രതിഷ്ഠാ ദിനത്തിന്റെ അന്ന് നമ്മുടെ പ്രധാനമന്ത്രി അത് കൃത്യമായി പറഞ്ഞതാണ്. ഇതൊരു പുതിയ യുഗ പിറവിക്ക് തുടക്കം കുറിക്കുകയാണ് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി രാജ്യത്ത് അഭിമുഖീകരിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തിയത് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തോടുകൂടി 1000 വർഷത്തേക്കുള്ള രാമരാജ്യത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തോടുകൂടി 1000 വർഷത്തേക്കുള്ള രാമരാജ്യത്തിന് തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തെ വരെ സ്വാധീനിച്ച, നമ്മുടെ ദൈനംദിന ജീവിതത്തെ സ്വാധീനിച്ച, ഭീതി പടർത്തുന്ന, കമ്മ്യൂണൽ പോളറൈസേഷൻ സൃഷ്ടിക്കുന്ന ഈ കാലഘട്ടത്തിലെ വംശീയ ഭ്രാന്തിനെതിരെ, ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ മതിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഭ്രാന്തിനെതിരെ പ്രതികരിക്കേണ്ടുന്ന സമയവും കാലവും അധികരിച്ചിരിക്കുന്നു എന്നാണ് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നത്. ഈ വംശീയതയോട് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായ ധാരണ ജമാഅത്തെ
ഇസ്ലാമിക്കുണ്ട്. വംശീയതക്കെതിരിൽ മറുഭാഗത്ത് ശക്തമായ സാഹോദര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നത്. വംശീയത എന്ന് പറയുന്നത് വംശമാഹാത്മ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കുന്നതാണ്, വംശവിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കുന്നതാണ്. വളരെ കൃത്യമായും ലളിതമായും പറഞ്ഞാൽ ഈ രാജ്യത്ത് പഴയ ജാതീയതയിലേക്കുള്ള തിരിച്ചുപോക്കിനാണ് രംഗം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് ഈഴവർ മനസ്സിലാക്കണം, ദലിതുകൾ മനസ്സിലാക്കണം, അതുപോലെ തന്നെ ഈ രാജ്യത്ത് ആദിവാസികൾ മനസ്സിലാക്കണം. രാജ്യം പോകുന്നത് ജാതീയ വ്യവസ്ഥയിലേക്കാണ്. വംശീയതയിൽ അധിഷ്ഠിതമായ, വംശവിശുദ്ധിയിൽ അധിഷ്ഠിതമായ ഒരു ലോകക്രമം ഈ രാജ്യത്ത് കെട്ടിപ്പടുക്കുക എന്നതിനർത്ഥം രാജ്യം തിരിച്ചു പോകുന്നത് പഴയകാല ജാതി വ്യവസ്ഥയിലേക്കാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യ മഹത്വത്തിൽ ഊന്നി നിന്നുകൊണ്ട്, വളരെ കൃത്യമായ ആദർശത്തിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് ഈ വംശീയതയെ നേരിടുവാൻ തീർച്ചയായിട്ടും ഇസ്ലാമിക സമൂഹത്തിന് സാധിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിന്റെ ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രവാചകൻ പറയുന്നുണ്ട്, ഇന്ന റബ്ബക്കും വാഹിദ് ഇന്ന അബാക്കും വാഹിദ്. തീർച്ചയായിട്ടും നിങ്ങളുടെ രക്ഷിതാവ് ഒന്നാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ പിതാവ് ഒന്നാണ്. നിങ്ങളുടെ രക്ഷിതാവ് ഒന്നാണ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇത്ര ഉജ്ജ്വലമായ ഒരാശയം വംശ മഹാത്മ്യത്വത്തിന്റെ അടിസ്ഥാനത്തിൽ, ജാതീയതയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ തട്ടുകളായി സൃഷ്ടിച്ച, എന്നിട്ട് ഡിസ്ക്രിമിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് മനുഷ്യ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്ന ദർശനമാണ് ഇസ്ലാം. ഇന്ന റബ്ബക്കും വാഹിദ് ഇന്ന അബ്ബാക്കും വാഹിദ്. നിങ്ങളുടെ നാഥൻ ഒന്നാണ്, മാത്രമല്ല തീർച്ചയായിട്ടും നിങ്ങളുടെ രക്ഷിതാവ് ഒന്നാണ് എന്ന് ഖുർആൻ പറഞ്ഞു. കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരി വ ഉൻസ വജഅൽനാകും ശുഊബൻ വകബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അല്ലാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തോട് വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരാശയമാണ്. അല്ലയോ മനുഷ്യരെ, നിങ്ങളൊരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പരസ്പരം ഗോത്രങ്ങളും വർഗങ്ങളുമാക്കി തിരിച്ചത് പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ്. നിന്റെ പേരെന്താണ്? എൻ്റെ പേര് മനുഷ്യനാണ്. നിന്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് ഭൂമിയിലാണ്. ഇതൊരാളെ ഐഡന്റിഫൈ ചെയ്യാൻ മതിയായ ഐഡന്റിഫിക്കേഷൻ അല്ല. അതുകൊണ്ട് ഒരാളെ തിരിച്ചറിയണം, അതുകൊണ്ട് അയാൾക്കൊരു വീട്ടുപേര് വേണം. അതേപോലെ തന്നെ അയാളുടെ നാട് തിരിച്ചറിയണം, അതുകൊണ്ട് അയാൾക്കൊരു നാട്ടുമേൽ വിലാസം വേണം. അതിനപ്പുറത്തേക്ക് മനുഷ്യർക്കിടയിൽ വിവേചനത്തിന് യാതൊരു മാനദണ്ഡങ്ങളും ഇല്ല. ആർക്കെങ്കിലും മഹത്വമുണ്ട് എങ്കിൽ ആ മഹത്വം ദൈവത്തോടുള്ള അടുപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മഹാനായ പ്രവാചകനും വിശുദ്ധ വേദഗ്രന്ഥവും വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമകാലിക ലോകത്ത് വംശീയതയോട് പൊരുതുമ്പോൾ, വംശീയതക്കെതിരെ സംസാരിക്കുമ്പോൾ ഇസ്ലാമിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് വിശാലമായ സ്വഭാവത്തിൽ സാമൂഹ്യ സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും അടിത്തറകളിൽ നിന്നുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് വംശീയത അതിന്റെ അധികാര രൂപം പൂണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനോട് നമ്മുടെ രാജ്യത്ത് മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ മതസംഘടനകളും സ്വീകരിക്കുന്ന സമീപനം എന്ത് എന്ന് ആലോചനക്കും പരിഗണനക്കും വിധേയമാക്കേണ്ടതാണ്. നമ്മൾ 2024 എത്തി നിൽക്കുന്നു. ഒരു ഇലക്ഷന്റെ മുമ്പിലാണ് നമ്മളുള്ളത്. ആ ഇലക്ഷന്റെ ഘട്ടത്തിൽ ശക്തമായ സ്വഭാവത്തിൽ സംഘപരിവാർ ഉയർത്തുന്ന വംശീയ രാഷ്ട്രീയത്തോട് എത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ് ആർജവത്തോടു കൂടിയുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത്? ഞാൻ പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സത്യസന്ധമായ രാഷ്ട്രീയ സമീപനം സ്വീകരിക്കണമെന്നുള്ളതാണ്. മതസംഘടനകൾ പ്രവാചക പ്രോക്തമായ മതത്തിന്റെ ധർമ്മം നിർവഹിക്കണമെന്നുള്ളതാണ്. ഫാഷിസത്തിന്റെ മുമ്പിൽ ഒളിച്ചുകളി നടത്തുന്നത് ആത്മഹത്യാപരമാണ് എന്ന് മതസംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഓർമ്മ വെക്കുന്നത് നല്ലതാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇന്ന് പലരും ഒളിച്ചു കളിക്കുകയാണ് ചെയ്യുന്നത്. വർഗീയ രാഷ്ട്രീയത്തോട്, വംശീയ രാഷ്ട്രീയത്തോട് ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എത്രമാത്രമാണ് നീതിയോടുകൂടിയുള്ള സമീപനം സ്വീകരിക്കാൻ സാധിച്ചത്? അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അങ്ങ് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ദിനത്തിന്റെ അന്ന് അയോധ്യയുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണിച്ചു കൂട്ടിയ നിലപാടുകളിലെ വൈരുദ്ധ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ചില ആളുകൾ കൃത്യമായ നിലപാട് വ്യക്തമാക്കി, ഞങ്ങൾ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് പോവുകയില്ല എന്ന്. പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഞങ്ങൾ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രതിഷ്ഠയിലേക്ക്, ഞങ്ങൾ അയോധ്യയിലേക്ക് പോവുകയില്ല എന്ന് അവർ ബോധപൂർവം തന്നെ ബാബരി മസ്ജിദിനെ വിസ്മരിച്ചോ, അവർ ബോധപൂർവം തന്നെ ഫൈസാബാദിനെ വിസ്മരിച്ചോ,
അവർ ബോധപൂർവം തന്നെ 4-5 പതിറ്റാണ്ട് കാലത്തോളം അല്ലെങ്കിൽ 7-7 പതിറ്റാണ്ട് കാലത്തോളം ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ചരിത്രത്തെ വിസ്മരിച്ചോ. എന്നിട്ട് അത്തരം ഒരു നിലപാട് പറഞ്ഞതിന് ശേഷം പല മുഖ്യമന്ത്രിമാരും അങ്ങോട്ട് എത്തി നോക്കി. അതുപോലെ തന്നെ പല രാഷ്ട്രീയ നേതാക്കളും അതിനെക്കുറിച്ച് സമ്മിശ്രമായ പ്രതികരണം നടത്തി. ചില ആളുകൾ പറഞ്ഞത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതല്ല, കാരണം അത് BJP രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അന്നും ഇന്നും ഇസ്ലാമിക പ്രസ്ഥാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ രാജ്യത്ത് പ്രാണപ്രതിഷ്ഠാ ദിനം നടക്കുന്നത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട, ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തകർക്കപ്പെട്ട മണ്ണിലാണ്. അവിടെ രാമക്ഷേത്രം പടുത്തുയർത്തുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അനീതിയുടെ അല്ലെങ്കിൽ നീതിപീഠത്തിന്റെ ഭാഗത്ത് നിന്നുള്ള സാങ്കേതികമായ വിധിയും ഒരു ജനതയുടെ വികാരത്തിനേറ്റ മുറിവിന്റെ മുകളിലുമാണ്. അതുകൊണ്ട് ആ ജനത ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് ആ ചരിത്രത്തെ വിസ്മരിച്ചുകൊണ്ട് രാഷ്ട്രീയമായി BJP ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് ചോദിച്ചാൽ, സത്യസന്ധമായി വംശീയ രാഷ്ട്രീയത്തോട് നോ എന്ന് പറയാൻ ഈ രാജ്യത്ത് എത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. അത് സാധ്യമല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറുന്നു എന്നുള്ളതാണ്. ഇത് അത്യന്തം അപകടകരമായ കാര്യമാണ്. പലരും മിണ്ടാൻ തന്നെ ധൈര്യം കാണിക്കുന്നില്ല. ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജിനെ കുറിച്ച് ആംനസ്റ്റി ഇന്റർനാഷണൽ വളരെ കൃത്യമായി നിരീക്ഷണം നടത്തി. അതിനോട് പ്രതികരിച്ചോ ഈ ബുൾഡോസർ രാജ് ശരിയല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ കഴിഞ്ഞ കാലയളവിനുള്ളിൽ ഏതാണ്ട് ഒരു മാസത്തിനകത്ത് ബുൾഡോസർ രാജ് എത്രമാത്രം നടന്നു നിങ്ങൾക്കറിയാവുന്നതുപോലെ ഹൽദ്വാനിയിൽ നടന്നത് നിങ്ങൾക്കറിയില്ലേ? ഒരു ഭരണകൂടമാണ് തീരുമാനമെടുക്കുന്നത് ആ രാജ്യത്ത് ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കാൻ. എന്തിന്റെ പേരിൽ? കോടതിയിൽ കിടക്കുന്ന ഒരു മസ്ജിദും അതുപോലെ തന്നെ മദ്രസയുമാണ് ഉത്തരാഖണ്ഡിൽ തകർക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കോടതിയിൽ കേസ് ചർച്ചക്കെടുത്തിട്ടേ ഉള്ളൂ, വിചാരണക്കെടുത്തിട്ടേ ഉള്ളൂ, ഒരു വിധിയും ഒരു തീർപ്പും അതിൽ വന്നിട്ടില്ല. അങ്ങനെ കോടതിയിൽ വിചാരണക്കെടുത്ത തീർപ്പ് കൽപ്പിക്കാത്ത ഒരു മസ്ജിദും മദ്രസയുമായി ബന്ധപ്പെട്ടിട്ട് തകർക്കുകയും അതിന് തദ്ദേശീയരായ ആളുകൾ തങ്ങൾ സുജൂദ് ചെയ്യുന്ന മിഹ്റാബിനടുത്ത് തകർക്കപ്പെടുന്ന ബുൾഡോസറിനോട് പ്രതികരിച്ചതിന്റെ പേരിൽ വെടിയുതിർക്കാൻ കൽപ്പിക്കുകയും 5 പേർ മരണപ്പെടുകയും 100 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആ ബുൾഡോസർ രാജിനോട് ഞാൻ വളരെ കൃത്യമായി പറയുന്നു, ഒരു ഇലക്ഷന്റെ നടുമുറ്റത്ത് നിന്നിട്ട് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പറയാൻ കഴിയുമോ ഞങ്ങൾ അതിനോട് പ്രതികരിച്ചവരാണ് എന്ന്? ഗ്യാൻവാബി മസ്ജിദിന്റെ നിലവറക്കകത്ത് കൊണ്ടുപോയിട്ട് കമ്മീഷണറും അതുപോലെ തന്നെ മജിസ്ട്രേറ്റും വിഗ്രഹം നാട്ടിയ ഘട്ടത്തിൽ അത് തെറ്റാണ് എന്ന് പറയാൻ എത്ര പേർക്കാണ് കൈവിരൽ പൊങ്ങിയത്? എത്ര പേർക്കാണ് നാവ് പുറത്തു വന്നത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം, അങ്ങ് മഹ്റോളി മസ്ജിദ് 800 വർഷത്തോളം മുസ്ലിങ്ങൾ ആരാധിച്ച ഒരു പള്ളിയാണ്. ആ പള്ളി വഖഫ് സ്വത്താണ്. ആ വഖഫ് സ്വത്ത് തകർക്കപ്പെട്ട ഘട്ടത്തിൽ എത്ര പേർക്കാണ് അതിനോട് പ്രതികരിക്കാൻ സാധിച്ചത് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ആംനസ്റ്റി ഇന്റർനാഷണൽ വളരെ കൃത്യമായിട്ട് ബുൾഡോസർ രാജിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലും നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിനകത്ത് മതേതരത്വത്തിന്റെ പുറംചട്ടയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ആർജവത്തോടുകൂടി നീതിനിഷ്ഠവും സത്യസന്ധവുമായ രാഷ്ട്രീയ ഭൂമികയിൽ നിന്നുകൊണ്ട് അനീതിക്കെതിരെ വർത്തമാനം പറയാനുള്ള ആർജവം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ താല്പര്യത്തിൽ മാത്രം നിലകൊള്ളുന്നത് കൊണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ഇത് ഇന്ത്യ എന്ന് പറയുന്ന വൈവിധ്യം നിലനിൽക്കുന്ന, സമാധാനം നിലനിൽക്കുന്ന, സാഹോദര്യം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്തെയും കൊണ്ടേ മുന്നോട്ട് പോകൂ എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം. മൗനം പാലിക്കുന്നവർ ആ മൗനത്തിന് കടുത്ത വില കൊടുക്കേണ്ടി വരുമെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തെക്കുറിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയത്തോട്, വംശീയ രാഷ്ട്രീയത്തോട്, മൃദു ഹിന്ദുത്വ രാഷ്ട്രീയം കളിക്കുന്നവർ തീർച്ചയായിട്ടും സ്വന്തം പാർട്ടിയെ പൂർണ്ണമായ അർത്ഥത്തിൽ പണയപ്പെടുത്തേണ്ടി വരുമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. പതിറ്റാണ്ടിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കണം. നമ്മുടെയൊക്കെ നാട്ടിൽ നാടന്മാർ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, പട്ടി തൊട്ട കലം പോലെ എന്ന്. ചില ദേശീയ പ്രസ്ഥാനങ്ങൾ അത്തരമൊരു നിലവാരത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവരുടെ ചരിത്രത്തിൽ ഇത്ര നിലപാടില്ലാത്ത ഹിന്ദുത്വ രാഷ്ട്രീയം കളിച്ചതിന്റെ പേരിലാണ് എന്ന് ചരിത്ര വിദ്യാഭ്യാസം വരെ ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇനി ആർജവത്തോടുകൂടിയുള്ള രാഷ്ട്രീയം കളിക്കാൻ അവർ സന്നദ്ധമാകണം. രാഹുൽ ഗാന്ധി ഒരു ഘട്ടത്തിൽ പറഞ്ഞല്ലോ, വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കണമെന്ന്. ആ സ്നേഹത്തിന്റെ കട മണിപ്പൂരിൽ തുറക്കണം
തുറക്കുന്ന പോലെ നോഹയിലും തുറക്കണം, മണിപ്പൂരിൽ തുറക്കുന്നത് പോലെ ജാർഖണ്ഡിലും ഉത്തരാഖണ്ഡിലും തുറക്കണം, അതുപോലെ തന്നെ ഡൽഹിയിലും തുറക്കണം. അഥവാ മനുഷ്യരുള്ളിടങ്ങളിലെല്ലാം ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഫ്രെയിമിൽ നിന്നുകൊണ്ട് വെറുപ്പിന്റെ കടക്ക് മുമ്പിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും വിവേചനരഹിതമായി നിലപാടെടുക്കാൻ കഴിയുമ്പോഴാണ് നീതിയുക്തമായ ഒരു രാഷ്ട്രീയം ഈ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരാൻ സാധ്യമാവുക എന്ന് സാന്ദർഭികമായി ഉണർത്തുവാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഐഡിയോളജിക്കലി വളരെ കൃത്യമായ നിലപാടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. വംശീയതയോട് സാഹോദര്യത്തിന്റെ ഫ്രെയിമിൽ നിന്നുകൊണ്ട് പൊരുതാൻ ആദർശപരമായ കരുത്തുള്ള ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ചരിത്രത്തിൽ അത് വളരെ സുന്ദരമായി ആവിഷ്കരിച്ച പ്രസ്ഥാനമാണ് ഇസ്ലാമിക ദർശനം എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും തലത്തിൽ നിന്നുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ വൈവിധ്യത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികൾ നേരിടുവാൻ ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. ഇടതുപക്ഷത്തിന് ആ രംഗത്ത് റോളുണ്ട്, വലതുപക്ഷത്തിന് ആ രംഗത്ത് റോളുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ രംഗത്ത് റോളുണ്ട്, അതുപോലെ തന്നെ ഈ രാജ്യത്തെ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്ക് ആ രംഗത്ത് റോളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ റോള് സത്യസന്ധമായി നിർവഹിക്കുവാൻ ഈ സന്ദർഭത്തിൽ എത്രമാത്രമാണ് അവർ സന്നദ്ധമാകുന്നത് എന്ന് അവർ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ബഹുസ്വരമായ കൂട്ടായ്മയോട് ഒരർത്ഥത്തിലും വിയോജിക്കേണ്ട കാര്യം ജമാഅത്തെ ഇസ്ലാമിക്കില്ല. ഇസ്ലാമിക സമൂഹത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിച്ചെടുത്ത സാമൂഹ്യ പരിവർത്തനത്തിന്റെ പാതയിൽ ഇത്തരത്തിലുള്ള ധാരണകളുടെ, അതുപോലെ തന്നെ സഹകരണങ്ങളുടെ, അതുപോലെ തന്നെ വൈവിധ്യമായ എൻഗേജ്മെന്റുകളുടെ ഒരു വലിയ ചരിത്രം നമുക്ക് കാണാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ട് മദീനയിൽ വന്ന എല്ലാ ജനവിഭാഗവുമായി സഹകരിച്ചുകൊണ്ടാണ് ഒരു സാമൂഹ്യ ക്രമത്തിനും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നാഗരിക ക്രമത്തിനും അടിസ്ഥാനം നൽകിയത് എന്ന്, അസ്ഥിവാരം പണിതത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. പ്രവാചകനോട് ആശയപരമായി വിയോജിക്കുന്നവരോട് തന്നെ ചേർന്ന് നിന്നുകൊണ്ടാണ് ശാന്തസുന്ദരമായ, അതുപോലെ തന്നെ സമാധാനം പുലരുന്ന ഒരു പുതുലോക ക്രമത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്ദി കുറിച്ചത് എന്ന് ചരിത്രം പരിശോധിക്കുന്ന ഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ആ പാരമ്പര്യം ഇസ്ലാമിക ചരിത്രത്തിലുടനീളം നിങ്ങൾക്ക് കാണാവുന്നതാണ്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ അധിപന്മാരായ ബ്രിട്ടീഷുകാരോട് പൊരുതുന്നിടത്ത് മുസ്ലിം സമൂഹത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് കാണാവുന്നതാണ്. പോർച്ചുഗീസുകാരോട് പൊരുതുന്നിടത്ത് മുസ്ലിം സമൂഹത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് കാണാവുന്നതാണ്. തുഹ്ഫത്തുൽ മുജാഹിദീനിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം യഥാർത്ഥത്തിൽ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള പോരാട്ടം ജിഹാദാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഏറ്റവും അവസാനം പൗരത്വത്തിനെതിരെ ഭീഷണി വന്നപ്പോൾ ഇന്ത്യയിലുടനീളം പ്രക്ഷോഭത്തിന്റെ പുതിയ അലയൊലികൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ജനകീയമായ പ്രക്ഷോഭത്തിന്റെ മുമ്പിലും നിങ്ങൾക്ക് വൈവിധ്യത്തിന്റെ അലയൊലികൾ നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ കാലഘട്ടത്തിൽ ചേർന്ന് നിൽക്കാൻ സന്നദ്ധമാകുന്ന ആളുകൾ ചേർന്ന് നിൽക്കേണ്ടുന്ന കാലഘട്ടമാണ്. പക്ഷേ അത് ആത്മാർത്ഥമായിരിക്കണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, അത് സത്യസന്ധമായിരിക്കണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, അത് ധീരമായിരിക്കണമെന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മുസ്ലിം സമൂഹത്തിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ സംഘടനകളോടുകൂടി ഞാൻ ഉൾപ്പെടുന്ന മുസ്ലിം സമുദായ നേതാക്കന്മാരോടും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് വൈവിധ്യങ്ങളുണ്ട് എന്നത് ശരിയാണ്. കർമ്മശാസ്ത്രപരമായ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നമ്മൾ വെച്ചു പുലർത്തുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. വ്യത്യസ്തമായ ഹനഫി ഫിഖും ഷാഫി ഫിഖും ഉള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് ശരിയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ സമസ്തയുണ്ട്, ഇരു വിഭാഗം, മുജാഹിദ് വിഭാഗങ്ങളുണ്ട്, വ്യത്യസ്തമായ വിഭാഗം, ദക്ഷിണ കേരളയുണ്ട് ഈ നാട്ടിൽ, വ്യത്യസ്തമായ വിഭാഗം, തബ്ലീഗ് ജമാഅത്ത് പ്രവർത്തിക്കേണ്ട ഈ രാജ്യത്ത് നമുക്കറിയാം. പക്ഷേ ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്, നമ്മളെല്ലാവരും വ്യത്യസ്തമായ വീക്ഷണഗതികൾ വെച്ചു പുലർത്തുന്നവരാണ്. അത്തരം വീക്ഷണഗതികൾക്കുള്ള സ്പേസ് ഇസ്ലാമിൽ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പരസ്പരം പാലിക്കേണ്ടുന്ന മര്യാദയുണ്ട്. കാലഘട്ടത്തെ വായിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ തിരിച്ചറിയുമ്പോൾ സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ, വ്യത്യസ്തമായ സംഘടനാ രൂപം സ്വീകരിച്ചിരിക്കുന്ന മുസ്ലിം സമുദായത്തിനകത്ത് ഈ വെല്ലുവിളികളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് ആലോചിക്കുന്നിടത്തുമുള്ള ഏകോപനം അനിവാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകൾക്കെതിരെ, അല്ലെങ്കിൽ മുജാഹിദുകൾ സുന്നികൾക്കെതിരെ, അല്ലെങ്കിൽ ദക്ഷിണ കേരള തബ്ലീഗിനെതിരെ ആ കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് എന്ന് എല്ലാ മതസംഘടനാ നേതാക്കളും മനസ്സിലാക്കേണ്ടതുണ്ട്. മറിച്ച് ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് നിൽക്കലാണ്. നമ്മൾ മാത്രമാണ് ഒരുമിച്ച് നിൽക്കേണ്ടത്. ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ഫാസിസ്റ്റ് വിരുദ്ധ എലമെന്റുകളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്ക് അതിനിടമുണ്ട്, മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾക്ക് അതിലിടമുണ്ട്, ഒറ്റപ്പെട്ട വ്യക്തികൾക്ക് അതിൽ
അതിലിടമുണ്ട്, എഴുത്തുകാർക്ക് അതിലിടമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഒരു വലിയ വംശീയ ഭീകരതയുടെ മലവെള്ളപ്പാച്ചിലിനെ തടയിട്ട് നിർത്തുന്നിടത്ത് ചേർന്ന് നിൽക്കാൻ ആരെല്ലാം സന്നദ്ധമാണോ, വിശദാംശങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരാണോ, അവരുമായിട്ടെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് അതിനെ അഭിമുഖീകരിക്കാൻ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കണം. മദീനയിൽ പോയ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരോടും ക്രൈസ്തവരോടും ചേർന്ന് നിന്നുകൊണ്ട് മദീന എന്ന് പറയുന്ന, യസ്രിബ് എന്ന് പറയുന്ന പ്രദേശത്ത് മദീന എന്ന് പറയുന്ന സുന്ദരമായ ഒരു സാമൂഹ്യ ക്രമത്തിന് രൂപകൽപ്പന ചെയ്ത പ്രവാചകന്റെ അനുചരന്മാർ അത്തരം സൗന്ദര്യത്തോടു കൂടിയുള്ള ബഹുസ്വര സ്വഭാവത്തോടു കൂടിയുള്ള ഈ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയ ആവിഷ്കാരത്തിനകത്ത് ഇസ്ലാമിക സമൂഹത്തിന് അവരുടേതായ സംഭാവനകൾ അർപ്പിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഭിന്നിപ്പിന്റെ പ്രതലത്തെയാണ് നമ്മിൽ പല ആളുകളും താല്പര്യപ്പെടുന്നത് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ പിൻവാങ്ങേണ്ടതുണ്ട്. നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, പ്രവാചകനെ അനുസരിക്കുക, നിങ്ങൾ ഒരിക്കലും ഭിന്നിപ്പിൽ അകപ്പെടാതിരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും, നിങ്ങളുടെ കാറ്റ് പോകും. നിങ്ങൾ സഹനത്തോടുകൂടി പരസ്പരം സഹകരിക്കുക എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വാചകത്തെ നെഞ്ചേറ്റാൻ മുസ്ലിം സമൂഹത്തിന്റെ സംഘടനാ നേതൃത്വത്തിന് ഈ കാലഘട്ടത്തിൽ സാധിക്കണമെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു മൗനം നമുക്കിടയിലുണ്ട്. എൻ്റെ വേദി നിങ്ങൾ പരിശോധിച്ചു നോക്കുക, വേദിയിലെ വൈവിധ്യത്തിന് കുറവുണ്ട്. ഇത് യാദൃച്ഛികമല്ല എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മൗനത്തിന്റെ വാൽമീക്യത്തിൽ ഒളിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ഇരുട്ടിനെ തലയിൽ മുണ്ടിട്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അകത്തിരുന്നു കൊണ്ടല്ല, പുറത്തിരുന്നു കൊണ്ടും പുറത്ത് സംവദിച്ചുകൊണ്ട് മാത്രമേ ഈ കാലഘട്ടത്തിന്റെ ഇരുട്ടിനെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു, മൗനം മരണമാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മൗനം മരണമാണ്, മൗനം പരിഹാരമല്ല. മൗനം പരിഹാരമാണ് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് എങ്കിൽ പറയുക, മൗനം മരണമാണ്. അത് വംശീയതയെ നോർമലൈസ് ചെയ്യലാണ്. അത് സെക്യുലറിസ്റ്റുകൾ മൗനം പാലിച്ചാലും ഇപ്പോൾ ഏറ്റവും അവസാനം നടന്നുകൊണ്ടിരിക്കുന്ന വംശീയമായ ഉന്മൂലന പ്രക്രിയകളോട് സെക്യുലറിസ്റ്റുകൾ മൗനം പാലിച്ചാലും, അതുപോലെ തന്നെ മതസംഘടനകൾ മൗനം പാലിച്ചാലും, ഈ മൗനം വംശീയതയെ സംബന്ധിച്ചിടത്തോളം വംശീയതയെ ചെറുത്തു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികളുടെ മുമ്പിലുള്ള മരണമാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പദ്ധതിയില്ലാത്തത് നിങ്ങൾക്കാണ്, പദ്ധതിയുള്ളത് സംഘപരിവാറിനാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. അവർക്ക് 100 കൊല്ലത്തെ പദ്ധതിയാണ്. അവർ 100ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവർ കൃത്യമായ പോളറൈസേഷൻ ലക്ഷ്യം വെക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കാറ്റും കോളും സൃഷ്ടിച്ചുകൊണ്ട് തന്നെ വംശഹത്യാപരമായ അജണ്ടയിലേക്ക് അവർ നീങ്ങുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ എതിർത്താലും എതിർത്തിട്ടില്ലെങ്കിലും, നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും സംഘപരിവാറിന്റെ അജണ്ടയിൽ നിന്ന് അവർ പുറകോട്ട് പോവുക സാധ്യമല്ല. ഒരു 10 പതിറ്റാണ്ട് മുമ്പാണ് നമ്മുടെ വാജ്പേയി പറഞ്ഞത് തിരസ്കാർ, പരിഷ്കാർ, പുരസ്കാർ എന്ന് അദ്ദേഹം പറഞ്ഞത്. അഥവാ അവഗണിക്കാനല്ല, നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം, നിങ്ങളില്ലെങ്കിൽ നിങ്ങളില്ലാതെ, നിങ്ങൾ എതിർത്താൽ നിങ്ങളെ തട്ടിമാറ്റി മുന്നോട്ട് എന്ന് പറയുന്ന ആശയത്ത് മുന്നോട്ട് വെച്ചത് സംഘപരിവാറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പുരസ്കാരും പരിഷ്കാരും തിരസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ മൗനികളാണ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം സംഘപരിവാറിന്റെ അജണ്ട അവർ മാറ്റിവെക്കാൻ പോകുന്നില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയണം. അതുകൊണ്ട് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവർ അകത്തിരിക്കുകയല്ല, അവർ പുറത്തിറങ്ങിയാണ് ചെയ്യേണ്ടത്. സാധ്യമാകുന്ന എല്ലാ വഴികളും നമ്മൾ കെട്ടിപ്പടുക്കേണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഞാൻ പ്രഭാഷണം നടത്തിയപ്പോൾ പറഞ്ഞതാണ്, ഒറ്റമൂലിയോടുകൂടി വംശീയതയെ നേരിടാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ബഹുമുഖമായ പദ്ധതികളുണ്ട്, ഇസ്ലാമിന്റെ പ്രതിനിധാനമുണ്ട്, ജനകീയമായ കൂട്ടായ്മകൾ രൂപപ്പെടേണ്ടതുണ്ട്, വളരെ കൃത്യമായ വംശീയ വിരുദ്ധ രാഷ്ട്രീയം ശക്തിപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ഒരുപാട് തലങ്ങൾ രാഷ്ട്രീയമായ വരാനിരിക്കുന്ന ഇലക്ഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരുപാട് കൺസോളിഡേഷൻ നടക്കേണ്ടതുണ്ട്. അത്തരം ബഹുമുഖമായ പദ്ധതികളും പരിപാടികളുമായി മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ, അങ്ങ് ഡൽഹിയിലേക്ക് ചലോ ദില്ലി എന്ന് പറഞ്ഞിട്ട് ഒരു പറ്റം ജനങ്ങൾ, കർഷകർ യാത്ര ചെയ്യുന്നത്? നമ്മളെപ്പോലെയല്ലല്ലോ അവർ പാടത്തിൽ നിന്ന്, അവർ കൃഷിഭൂമിയിൽ നിന്ന് അവരുടെ അവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്ക് വേണ്ടി അവർ ഡൽഹിയിലേക്ക് ചലോ ദില്ലി എന്ന് പറഞ്ഞ് 60 ദിവസത്തിലേക്കുള്ള ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും
മൂല്യങ്ങളുമായി അവർ യാത്ര തിരിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചോദിച്ചാൽ കിട്ടാത്തയിടത്ത് കരഞ്ഞവർക്ക് മാത്രം പാലുള്ള കാലത്ത് കരയാൻ, അതുപോലെ തന്നെ പറയാൻ ഉള്ള തന്റെ ഇടമാണ് ഈ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്നത് എന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ആരുടെയും ഔദാര്യം ചോദിക്കുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെക്കുന്ന അവകാശത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്, നമ്മുടെ ലിബർട്ടിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഇക്വാലിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ജസ്റ്റിസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഫെറ്റേണിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൊരുതി നേടിയ കാര്യമാണ്. ചില ആളുകൾ പറയുന്നുണ്ട് മിണ്ടരുത് എന്ന്, അഥവാ കഴിഞ്ഞത് മറക്കണമെന്ന്. ബാബരി മസ്ജിദ് മറന്നുകള, നമ്മോട് തന്നെ ചില മുസ്ലിം സുഹൃത്തുക്കളുടെ ഉപദേശമാണ് ബാബരി മസ്ജിദ് അങ്ങ് മറന്നുകള. ഞാൻ വളരെ വിനയത്തോടു കൂടി ചോദിക്കുന്നു, ബാബരി മസ്ജിദ് മറന്നുകള എന്ന് പറയുന്നവരോട് അപ്പോൾ ഗ്യാൻവാപ്പിയോ അത് മറക്കണം, അപ്പോൾ ഷാഹി ഈദ്ഗാഹ് മസ്ജിദോ അത് മറക്കണം, മധുര അത് മറക്കണം, പിന്നീട് പൊന്നാനി മഹൂനത്തിന്റെ അടുത്ത് വന്നിരിക്കുന്നു അതോ അതും മറക്കണം. എവിടം വരെ മറക്കണം? അങ്ങനെ പറയുന്ന ആളുകൾ മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ മറക്കണം എന്നാണ് പറയുന്നത് എങ്കിൽ നിങ്ങൾ മരിക്കണം എന്നാണ് പറയുന്നതിന്റെ അർത്ഥം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറക്കുകയല്ല വേണ്ടത്, സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്, ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ പറയുക, ചരിത്രം പറഞ്ഞുകൊണ്ടേയിരിക്കണം, എല്ലാ ചരിത്രവും പറഞ്ഞുകൊണ്ടേയിരിക്കണം, സത്യം മുറക്കെ പറയണം, എല്ലാ സത്യവും പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമുക്കറിയാം, നമുക്ക് പറയാനുള്ള ചരിത്രം പൊരുതിയ ചരിത്രമാണ്. ഒരിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒറ്റുകാരുടെ ചരിത്രമല്ല നമുക്കുള്ളത്, കൂട്ടിക്കൊടുപ്പിന്റെ ചരിത്രമല്ല നമുക്കുള്ളത്, പൊരുതിയ ചരിത്രമാണുള്ളത്. നിങ്ങൾക്കറിയാം, എല്ലാറ്റിനെ കുറിച്ചും പറയണം. ഗാന്ധി വധത്തെ കുറിച്ച്, ഗാന്ധി വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയണം. കാരണം എന്താണ്? കുറച്ചു കാലം കഴിഞ്ഞാൽ പഠിപ്പിക്കപ്പെടും ഗാന്ധി തലചുറ്റി വീണ് മരിച്ചതാണ് എന്ന്. അത്രമാത്രം ചരിത്രം മാറ്റിക്കുറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതാണ് എന്ന് പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ എൻ്റെ പേരക്കുട്ടികൾ നാളെ പഠിക്കേണ്ടി വരും. ബാബരി മസ്ജിദ് ക്ഷേത്രത്തിന്റെ സ്ഥാനത്ത് നിർമ്മിച്ചതുകൊണ്ട് അവിടെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതാണ് എന്ന്. ഗുജറാത്ത് കലാപത്തിൽ 2000-ഓളം ആളുകൾ വംശഹത്യക്ക് വിധേയമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ബിൽക്കീസ് ബാനു ജീവിക്കുന്ന രക്തസാക്ഷിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കണം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്തിന്റെ വംശീയതയുടെ നാൾവഴികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ അടുത്ത തലമുറക്ക് ഇതിന്റെ അനീതിയെ കുറിച്ച്, അധർമ്മത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, ചരിത്രം പലതും വെട്ടിമാറ്റുന്ന ഘട്ടത്തിൽ വെട്ടിമാറ്റപ്പെടുന്ന ചരിത്രത്തെ കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട്. വെട്ടിമാറ്റപ്പെടുന്ന ചരിത്രത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ ചരിത്രം എന്താ? 800 വർഷത്തെ മുഗൾ ചരിത്രം പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഭരണകൂടം തീരുമാനിക്കുന്നു എങ്കിൽ അത് പഠിപ്പിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അവർ വെട്ടുന്നത് നമ്മൾ പഠിപ്പിച്ചേ പറ്റോ, അവർ മായ്ക്കുന്നത് നമ്മൾ എഴുതിയേ പറ്റോ, അവർ വിസ്മരിക്കാൻ പറയുന്നത് നമ്മൾ ഓർമ്മിപ്പിച്ചേ പറ്റോ എന്നെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മുസ്ലിം ചരിത്രം എന്ന് പറയുന്നത് തകർക്കലിന്റെ ചരിത്രമല്ല, നിർമ്മിതിയുടെ ചരിത്രമാണ്. ചാർമിനാറിന്റെ ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്, കുത്തുബ് മിനാറിന്റെ ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്, ചെങ്കോട്ടയുടെ ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്, താജ്മഹലിന്റെ ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്. ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ തല ഉയർത്തി നിൽക്കുന്നുണ്ട് എങ്കിൽ, ലോകം ഇന്ത്യയെ കാണുന്നുണ്ട് എങ്കിൽ അത് കുത്തുബ് മിനാറിലൂടെയാണ്, അത് ചാർമിനാറിലൂടെയാണ്, അത് ചെങ്കോട്ടയിലൂടെയാണ്, അത് താജ്മഹലിലൂടെയാണ് എന്നെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആത്മനിന്ദയിലേക്കല്ല ഒരു ജനത പോകേണ്ടത്, ആത്മാഭിമാനത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയണം. ആദർശ വിശുദ്ധിയോടുകൂടി, ആത്മാഭിമാനത്തോടുകൂടി ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. ആ ചരിത്രത്തെ നിരന്തരമായി ഓർമ്മപ്പെടുത്തേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ ഇസ്ലാമിക ആദർശത്തെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിൻ്റെ സൗന്ദര്യത്തെ, അതിൻ്റെ ആശയപരമായ വൈപുല്യത്തെ ഈ കാലഘട്ടത്തിലെ ജനതക്കറിയില്ല. അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് അതിൻ്റെ സകല സീമകളും ലംഘിച്ചിരിക്കുന്നു. പ്രബുദ്ധമാണ് കേരളം എന്ന് നമ്മൾ പറയാറുണ്ട്, ഉത്ബുദ്ധമാണ് കേരളം എന്ന് നമ്മൾ പറയാറുണ്ട്. പ്രബുദ്ധം എന്ന് പറയുന്ന കേരളത്തിനകത്ത്, ഉത്ബുദ്ധം എന്ന് പറയുന്ന കേരളത്തിനകത്ത് നാർക്കോട്ടിക് ജിഹാദ് നടന്നു എന്ന് പറയുന്ന കേരളമാണ്, ലവ് ജിഹാദ് നടന്നു എന്ന് പറയുന്ന കേരളമാണ്. ലവ് ജിഹാദിന്റെ പേരിൽ എന്തെല്ലാം വിവാദങ്ങൾ ഇവിടെ ഉണ്ടായി. ആരെങ്കിലും അത്തരത്തിൽ ലവ് ജിഹാദിന്റെ പേര്, നാർക്കോട്ടിക് ജിഹാദ്, ലാൻഡ് ജിഹാദ്, ഹോസ്പിറ്റൽ ജിഹാദ്, റിയൽ എസ്റ്റേറ്റ് ജിഹാദ്, എല്ലാം ജിഹാദ് എന്ന് പറയുന്ന സുന്ദരമായ ധർമ്മസമരത്തിന്റെ ടെർമിനോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഹെയ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സ്വഭാവത്തോടു കൂടിയുള്ള ആസൂത്രിതമായ പ്രചരണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, അങ്ങനെ തെറ്റായ പൊതുബോധം സൃഷ്ടിക്കപ്പെടുന്ന പൊതുമണ്ഡലത്തിനകത്ത് അത് ശരിയല്ലെന്ന് തെളിയിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമ്മൾ ഈ സന്ദർഭത്തിൽ ഏറ്റെടുക്കണമെന്നാണ്. ഇസ്ലാം എന്ന് പറയുന്നത്
നിങ്ങൾ പറയുന്ന, നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാറ്റിനും അപ്പുറത്തേക്ക് വിശാലമായ ഒരു വികാസമാണ് ഇസ്ലാം സമൂഹത്തിന്റെ മുമ്പാകെ വെക്കുന്നത് എന്ന്, ഇസ്ലാം മനുഷ്യ സമൂഹത്തോട് സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും സഹവർത്തിത്വത്തെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത് എന്ന് സ്വജീവിതത്തിലൂടെ പകർന്നാടാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കേണ്ടതാണ്. കാലഘട്ടത്തിൽ ഇസ്ലാം ഒരു സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആശയത്തിൻ്റെ സൗന്ദര്യം കൊണ്ടാണ്, അതിൻ്റെ സത്യത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത്, ഒരു സന്ദർഭത്തിൽ പ്രൊട്ടസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതോടൊപ്പം തന്നെ മറുഭാഗത്ത് ജീവിതം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയങ്ങളുടെ സൗന്ദര്യത്തോടു കൂടിയുള്ള ആവിഷ്കാരം കൂടിയാവുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ ശക്തമായ പ്രതിരോധത്തിന്റെ രീതിയാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദൽ ലദി ബൈനക വബൈനഹു അദാവതൻ കഅന്നഹു വലിയ്യുൻ ഹമീം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, തിന്മയെ നിങ്ങൾ ഏറ്റവും നല്ല നന്മ കൊണ്ട് തടയിടുക എന്ന്. ജനഹൃദയങ്ങളിലേക്ക് ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങളെ ജീവിതം കൊണ്ട് ആവിഷ്കരിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് സാധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ ആദർശത്തിൽ ഊന്നി നിന്നുകൊണ്ട് വംശീയ ഭീകരതക്കെതിരെ ഏറ്റവും അവസാനം സിംഹത്തിന് പോലും രക്ഷയില്ലാത്ത സൂവിൽ കിടക്കുന്ന, കാഴ്ച ബംഗ്ലാവിൽ കിടക്കുന്ന മൃഗങ്ങൾക്ക് പോലും രക്ഷയില്ലാതെ പോയ വംശീയ ഭ്രാന്തിനെതിരെ പക്വമായ സ്വഭാവത്തിൽ ആശയാടിത്തറകളിൽ നിന്നുകൊണ്ട് നസുമനസ്സുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് സമകാലിക സാഹചര്യത്തിലെ വെല്ലുവിളികൾക്ക് മുമ്പിൽ ചൂളാതെ ആർജവത്തോടുകൂടി, ആത്മാഭിമാനത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി സമൂഹത്തിനെ മുന്നോട്ട് നയിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് സാധിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നത്. ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം. ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ ശരിയെന്ന് വിചാരിക്കുന്നവർ, വിശ്വസിക്കാമെന്ന് വിചാരിക്കുന്നവർ, ഡിപ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നവർ, അവർ മുമ്പിൽ നടക്കുമെന്ന് വിചാരിക്കുന്നവർ ഒരുപക്ഷെ പിറകോട്ട് പോയേക്കാം. അതുപോലെ തന്നെ നാളെ ഊഴം നോക്കി BJP-യിലേക്ക് കാലെടുത്ത് വെക്കുന്ന സെക്യുലറിസ്റ്റുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കാലുമാറുന്നവരോ അതുപോലെ തന്നെ കൂറുമാറുന്നവരോ നമ്മുടെ നിലപാടുകളെ സ്വാധീനിക്കേണ്ടതില്ല. നാം നിലകൊള്ളുന്നത് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഡെമോക്രസി നിലനിൽക്കണോ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. സെക്യുലറിസം നിലനിൽക്കണോ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കണോ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. പ്ലൂറലിസം നിലനിൽക്കണോ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഈ രാജ്യം തന്നെ നിലനിൽക്കണോ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം എന്നെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതാണ്. ആ ചോദ്യത്തിനാണ് ഈ സമ്മേളനം ഉത്തരം നൽകുന്നത്. ആ ചോദ്യശരത്തെ ഈ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടത്. അതും നമ്മുടെ കയ്യിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിരാശപ്പെടുത്തിയെന്ന് വന്നേക്കാം. അത്തരമൊരു ഘട്ടത്തിൽ നിരാശപ്പെടാതെ മുന്നോട്ട് പോകാൻ നമുക്ക് ഉയിര് നൽകുന്നതാണ്, നമുക്ക് ഉണർവ് നൽകുന്നതാണ് രാജാതിരാജനായ സർവേശ്വരനായ ദൈവം തമ്പുരാനായ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ഗസ്സ നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കഥ. വലാ തഖിനു വലാ തഹ്സനു വഅൻതും അൽഅഗ്ലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ എന്ന വിശുദ്ധ ഖുർആനിന്റെ വാക്യം വളരെ അർത്ഥവത്താണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹദിയന്നഹും സുബലനാ. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അത്യധ്വാനം ചെയ്യാൻ സന്നദ്ധമാണോ? നിങ്ങൾക്കുള്ള ഒരുപാട് സുബല, നിങ്ങൾക്കുള്ള വഴികൾ കാണിച്ചു തരാൻ നാം സന്നദ്ധമാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആരല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ അവർക്കുള്ള മഖ്റജ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമുക്ക് മുമ്പിൽ മഖ്റജുകളുണ്ട്, നമുക്ക് മുമ്പിൽ സുബലുകളുണ്ട്, നമുക്ക് മുമ്പിൽ അല്ലാഹുവിന്റെ വാഗ്ദാനമുണ്ട്. അതുകൊണ്ട് നമുക്ക് മുമ്പിൽ ചരിത്രമുണ്ട്, നമുക്ക് മുമ്പിൽ തകർന്നടിഞ്ഞ നാഗരികതകളുണ്ട്. നമുക്ക് മുമ്പിൽ ഇന്ന് 45 മീറ്റർ നീളത്തിലും 20 മീറ്റർ വീതിയിലും ഒരു ജനത ലോകത്തെ ഉപരോധിച്ചുകൊണ്ട്, ലോകത്തിന്റെ ഉപരോധത്തെ അതിജീവിച്ചുകൊണ്ട് മഹാത്ഭുതം ലോകത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഒരു ജനതയെയും വംശഹത്യ നടത്തിക്കൊണ്ട് ഒരു ശക്തിക്കും ലോകത്ത് അധിവാസം ഉറപ്പിക്കുവാൻ ചരിത്രത്തിൽ നാളിതുവരെ സാധിച്ചിട്ടില്ല എന്ന ചരിത്ര വിദ്യാഭ്യാസം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളെപ്പോഴും ഓതാറുള്ള കാര്യമാണ്. അലന്തറ കൈഫ ഫഅല റബ്ബുക ബിആദ ഇറമദാത്തിൽ ഇമാദ്
التي لن يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد. ചരിത്രത്തിന്റെ നാൾവഴികളിലേക്ക് നിങ്ങൾ കണ്ണോടിച്ചു നോക്കുക. ചരിത്രത്തിന്റെ ഇടനാഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. ഒരുപാട് കെങ്കേമന്മാരായ ഭരണാധികാരികൾ, പാറ തുറന്നിരുന്ന ആളുകൾ, കോട്ടകൊത്തളങ്ങൾ പണിതിരുന്ന ആളുകൾ, ആദ് സമൂഹത്തിന്റെ അവശിഷ്ടം ഇന്ന് ലോകത്തുണ്ട്. സമൂത് ഗോത്രത്തിന്റെ അവശിഷ്ടം ഇന്ന് ലോകത്തുണ്ട്. ഫറോവ ചക്രവർത്തിയുടെ അവശിഷ്ടം ഇന്ന് ലോകത്തുണ്ട്. ഇറമ ഗോത്രത്തിന്റെ അവശിഷ്ടം ഇന്ന് ലോകത്തുണ്ട്. ഒരു കാലഘട്ടത്തിൽ തല ഉയർത്തിപ്പിടിച്ച ധിക്കാരത്തോടുകൂടി ആ കാലഘട്ടത്തിൽ ആദർശ സമൂഹത്തോട് യുദ്ധം പ്രഖ്യാപിച്ച ആ ജനതയുടെ പരിണിതി നിങ്ങൾക്ക് മുമ്പിൽ പഠനവിധേയമാക്കാവുന്നതാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നാഥൻ പതിയിരിക്കുന്നുണ്ട് എന്ന് ലോകത്തോട് വിശുദ്ധ വേദഗ്രന്ഥം വിളിച്ചു പറയുമ്പോൾ ഞാൻ ഒറ്റക്കല്ല, സർവേശ്വരനായ ദൈവം തമ്പുരാൻ പതിയിരിക്കുന്ന ലോകത്താണ് ഞാൻ ജീവിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം ഈ കാലഘട്ടത്തിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം പകരേണ്ടുന്ന ഘടകമാണ് എന്ന് സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക. അധികാരത്തിന്റെ പവറുണ്ട്, സേനാ സംവിധാനത്തിന്റെ പിൻബലമുണ്ട്, സമ്പത്തിന്റെ കൂമ്പാരമുണ്ട്, സന്നാഹങ്ങളുണ്ട്, ആയുധക്കപ്പലുണ്ട്, സഖ്യകക്ഷികളുണ്ട്. നമുക്ക് മാത്രമല്ല, വിജയത്തിന്റെ നിദാനമായ ഭൗതികമായ എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ അങ്ങനെ വിജയത്തിന്റെ നിദാനം എന്ന് പറയാവുന്ന എല്ലാ സംവിധാനങ്ങളുമുണ്ട്. എന്നിട്ടെന്തേ ഗസയിൽ ഇസ്രായേൽ വിയർക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? മറുഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കണം, മൊഴി ജീവിതം ഉപരോധിക്കപ്പെട്ടവരാണ് ആ ജനത. 2006 മുതൽ ഉപരോധിക്കപ്പെടുന്നവരാണ് ആ ജനത. ആകാശത്തും ഭൂമിയിലും ഉപരോധിക്കപ്പെട്ട, അതുപോലെ തന്നെ കടലിലും കരയിലും ഉപരോധിക്കപ്പെട്ട, ടണൽ നിർമ്മിച്ചിട്ട് ഈജിപ്തിലേക്ക് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ വരുമ്പോൾ വലിയ അയേൺ വാൾ സൃഷ്ടിച്ചുകൊണ്ട് ആ അത്തരത്തിലുള്ള ആഭ്യന്തരമായ ടണൽ ഉപരോധിക്കപ്പെട്ട, എല്ലാ അർത്ഥത്തിലും വെള്ളവും മരുന്നും ഉപരോധിക്കപ്പെട്ട, ഇന്ന് പച്ചയില ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഗർഭിണികൾ വധിക്കപ്പെടുന്ന, അതുപോലെ തന്നെ ഇൻക്യുബേറ്ററിൽ കുട്ടികൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന, 30,000-ഓളം ആളുകളെ കൂട്ടക്കശാപ്പ് ചെയ്യപ്പെട്ട, ഗസ തകരാതെ പൊരുതുന്ന, അതുപോലെ തന്നെ പതറാതെ ചെറുക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം എന്തുകൊണ്ട് ഗസയിൽ ഉണ്ടായി എന്നെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ പരിശോധിക്കുക. ബന്ദികളെ മോചിപ്പിക്കാനായോ നെതന്യാഹുവിന് ആയില്ല. അതുപോലെ തന്നെ തുരങ്കം കണ്ടെത്താനായോ നെതന്യാഹുവിന് സാധിച്ചില്ല. ഹമാസിന്റെ പോരാളികളെ കണ്ടെത്തിയിട്ട് തുരത്താൻ കഴിഞ്ഞോ അവർക്ക്? അതിന് സാധിച്ചിട്ടില്ല. പലായനം എന്ന് പറയുന്നത് ഇന്ന് ഇസ്രായേലിൽ നിത്യസംഭവമായി കൊണ്ടിരിക്കുന്നു. അത് തടയാൻ അവർക്ക് സാധിച്ചോ? ഇല്ല. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം, അതിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന കുടുംബത്തിന്റെ പ്രൊട്ടസ്റ്റിനെ പരിഗണിക്കാൻ നെതന്യാഹുവിന് സാധിച്ചോ? അവർ ചോദിക്കുന്നുണ്ട്, മിസ്റ്റർ നെതന്യാഹു, നിന്റെ മക്കളാണ് ഉപരോധിക്കപ്പെട്ടത് എങ്കിൽ, ബന്ദികളാക്കപ്പെട്ടത് എങ്കിൽ നിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുമോ എന്ന്. അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞുകൊണ്ടിരിക്കുന്നു. പരിഹാരമുണ്ടോ? ഇല്ല. ചങ്കടലിൽ ഇപ്പോൾ കച്ചവടം നടക്കുന്നില്ല. ഹൂത്തികളാകട്ടെ മറ്റു പലരാകട്ടെ ഇന്ന് സാമ്പത്തിക രംഗത്ത് മാന്യം സൃഷ്ടിക്കും വിധം കപ്പലുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത വിധം ഈ കൊച്ചു മനുഷ്യർക്ക് വേണ്ടി ആ ചെങ്കടലിലുള്ള അവരുടെ സ്വൈരവിഹാരം എല്ലാ അർത്ഥത്തിലും തടയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മനോരോഗം പടരുകയാണെന്ന് സയണിസത്തിന്റെ പട്ടാളത്തിന് വിജയിച്ചോ? ഇല്ല. കരാറിലെത്തിക്കാൻ കഴിഞ്ഞോ? ഇല്ല. പുലിവാല് പിടിച്ച പോലെയാണ് ഇന്ന് നെതന്യാഹു ഇന്ന് രാജ്യത്തുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ അറിയുക, ഇന്ത്യ മഹാരാജ്യമാണ്. 10-20 കോടിയിലധികം വരുന്ന ഒരു മുസ്ലിം ജനസാമാന്യമാണ്. നമ്മൾ അറിയുക, ലോകം മുഴുവൻ ഒരുമിച്ചിട്ട് 45 കിലോമീറ്റർ നീളത്തിലും 20 കിലോമീറ്റർ വീതിയിലുമുള്ള വംശീയ ശക്തികൾക്ക് അവിടെയുള്ള ഫലസ്തീനികളെ പൂർണ്ണമായും തീർക്കാനും പരാജയപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവർക്കാകാത്തത് വംശീയ ഭീകരതയുടെ വക്താക്കളായ വംശീയ ഭീകരന്മാർക്ക് നമ്മുടെ രാജ്യത്തും സാധ്യമല്ല എന്ന അചഞ്ചലമായ വിശ്വാസത്തിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ആത്മാഭിമാനത്തോടെ ഈ രാജ്യത്തെ സമാന മനസ്കരുമായി ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.